എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനീർ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പനീറിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി ഇടാവേ. അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. ഞാനൊരു ലേശം എരിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് വയ്ക്കാം. അതൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ചോറ് വെക്കാനായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ ഒരു 1/4 സ്പൂണ് ഇഞ്ചി ചതച്ച് വെച്ചോണേ. പിന്നെ ഒരു ഇച്ചിരി ഇത്രയും കുറച്ച് വെള്ളുള്ളി ചതച്ചത് പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴന്ന് കഴിയുമ്പോൾ നമ്മളിത് ഇച്ചിരി ഗ്രാമ്പൂ, ഏലക്കായും കറുവപ്പട്ടയും എല്ലാം കൂടെ അതും കൂടി ഇട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ ഈ ഇലയും കൂടി ഇടുന്നുണ്ട്. ആ ഇല വലുതായതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചാണ് ഇടുന്നത്. അതും കൂടി ഒന്ന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി, 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റിയത് ഞാൻ അങ്ങനെ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്കൊരു മഞ്ഞൾപ്പൊടി, അതും ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം മതി. ചോറിന് മഞ്ഞൾപ്പൊടി ഇടുന്നത് എല്ലാവരും ഇടലില്ല, ഇട്ടാലും കുഴപ്പമില്ല. ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒരു കളറൊക്കെ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാവേ. ഈ ചോറിന് പാകത്തിന് ഇച്ചിരി ഉപ്പ്, നമ്മൾ മസാലയിൽ ആദ്യം ഇച്ചിരി ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ചോറ് വെന്ത് പൊട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഇതുണ്ടോ, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ, അതും കൂടി ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ചോറ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ ഒന്നേലൊന്നും ഒട്ടാതെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് നേരം തീ നന്നായിട്ട് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു മീഡിയത്തിലിടണം. മീഡിയത്തിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വയ്ക്കാവേ. ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മാത്രം മതി. നന്നായിട്ട് വെള്ളം വറ്റുമ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കണം, തുറന്നിങ്ങനെ നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട്, ഒന്നേലൊന്നും തൊടാതെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഇച്ചിരി ബട്ടറാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ചൂടാവട്ടെ. ബട്ടറൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഇട്ടതാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പനീർ ഇങ്ങനെ ഇട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നന്നായിട്ട് ഒരു ചുവപ്പ് കളറൊന്ന് വന്നോട്ടെ. ഇവിടെ പനീറൊക്കെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാതെ ആ ചട്ടിയിലേക്ക് തന്നെ ഞാനൊന്നും കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി സവാള ഒന്ന് വഴറ്റാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു അല്പം വെളുത്തുള്ളിയുടെ പേസ്റ്റ്,
ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിലേക്ക് 2 സവാള ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ഞാൻ ഒരുവിധം വലിപ്പമുള്ളതായതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. അധികം ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് 2, 3, 4 ഒക്കെ എടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പം ഒരു മീഡിയം വലിപ്പത്തിലാണ്. അപ്പോൾ ഒക്കെ നമ്മൾ കനം കുറച്ച് തന്നെ അരിഞ്ഞിടാം. കനം കൂട്ടി അരിഞ്ഞാൽ ഒരുപാട് സമയമാവും വഴന്ന് വരാനായിട്ട്. ഇനി ഇതിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പം നമ്മൾ പിന്നെ പനീർ വാട്ടിയപ്പോഴും ചോറിലും ഒക്കെ ഉപ്പിട്ടുകൊണ്ട് ആണ് ഞാൻ ഇടാത്തത്. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പനീർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ. എന്നിട്ട് നന്നായി ഇളക്കണം. നന്നായി ഇളക്കിയിട്ട് നമുക്ക് സിമ്മിലിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ പനീറിൽ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇച്ചിരി വെള്ളം അതിലുള്ളപ്പം നമുക്ക് നമ്മുടെ ചോറ് അതിലിട്ട് കൊടുക്കണം. നന്നായിട്ട് വറ്റരുതേ. വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ദമ്മൊക്കെ ഇടില്ലേ, നമ്മൾ സാധാ ബിരിയാണി വെക്കുമ്പോൾ ദമ്മിടില്ലേ, അതുപോലെ തന്നെ കുറച്ചൊരു വെള്ളം നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ചോറ് മുഴുവൻ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കണം. മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം. തീ സിമ്മിൽ തന്നെ ഇടണം, തീ കൂട്ടല്ല. എന്നിട്ട് അടിയിലുള്ള ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നോക്കണം. വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ വെള്ളം വറ്റിയോ എന്ന് അറിയാനായിട്ട് ഇത് കണ്ടോ, ഒരു പൊടുപൊടുന്നൊരു ചെറിയ ശബ്ദം കേൾക്കാം. അപ്പോൾ വെള്ളം ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയും ക്യാഷ്യും ഒക്കെ ഒന്ന് വറുത്തിടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇച്ചിരി ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം. ഒരു ക്യാഷ്യൂ ഒക്കെ ഇട്ടൊന്ന് കടിക്കുന്നതൊക്കെ ഒരു രസമല്ലേ. നമുക്കതൊന്ന് വറക്കാം. നമുക്കൊരു ഇച്ചിരി സവാള, ഒരു സവാളയുടെ പകുതിയാണ് കനം കുറച്ചരിഞ്ഞത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരിച്ചിരി ക്യാരറ്റ്, എന്നിട്ടിച്ചിരി ബീൻസ്, അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പനീർ റൈസ്. ഇത് കുട്ടികൾക്കും നോൺ വെജ് കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ നല്ലതാണ്. പിന്നെ സ്കൂളിലേക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തു വിടാം. നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.